പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഏത്തപ്പഴം ഉപയോഗിച്ചിട്ടുള്ള ഒരു എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈവനിങ് സ്നാക്കാണ്. അതിനു വേണ്ടിയിട്ട് ഒരു 3 ഏത്തപ്പഴം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. 1-2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലെ വെള്ളമയം ഒന്ന് വറ്റി വരണം. വെള്ളമയം വറ്റി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടുതൽ മധുരം വേണമെന്ന് തോന്നുന്നവർക്ക് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഴം മുറിച്ചത് ഇതിലേക്ക് ചേർക്കാതെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇത് ഇതുപോലെയൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷവും ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പഴം പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പഴം നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഇതുപോലെയൊന്ന് ഇളക്കി കൊടുക്കണം. പഴമൊക്കെ ഒരുവിധം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അവൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമായതുകൊണ്ടാണ് 1 കപ്പ് അവൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് പഴുത്തു പോകാത്ത പഴമാണെങ്കിൽ അവൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ബോളായിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് അവലും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അവൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഏത്തപ്പഴം അവലും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ഏത്തപ്പഴം അവലും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് തൊടുന്ന പാകമാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് തണുത്തതിന് ശേഷം വേണം ഇതൊന്ന് ബോളാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ കൈയൊക്കെ പൊള്ളും. നേരത്തെ കുറച്ച് ഏത്തപ്പഴം മുറിച്ചത് മാറ്റി വെച്ചിരുന്നു. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് മൈദയും വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ചെയ്യുമ്പോൾ വെള്ളം കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അഥവാ ഇനി വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി. നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കൂട്ടിപ്പോൾ കൈകൊണ്ട് തൊടാൻ പറ്റുന്ന പാകത്തിലായിട്ടുണ്ട്. ഇനി ഇതുപോലെ ബോളുകളാക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ബോളുകൾ റെഡിയാക്കി എടുക്കുമ്പോൾ ഇത് ലൂസാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് അവലും കൂടെ ചേർത്ത് കൊടുക്കാം. ബോളുകൾ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് എണ്ണ കയറാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ ബോളുകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കുഴിയുള്ള പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം. ചൂടായി വരുമ്പോഴേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കൂട്ടിലേക്ക് ഈ ബോളുകൾ ഓരോന്നായിട്ട് ഇതുപോലെ മുക്കി ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് റെഡിയാകുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.